വകാന ഇമാമുൽ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു യഖൂൽ മഹാൻ പറയുന്ന ആളാണെന്ത് മൻ അഖദ മിന്നി സദഖതൻ ഔ ഹദിയതൻ എന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ധർമ്മമോ ഹദിയയോ സ്വീകരിച്ചാൽ ഫഹഖ്ഖുഹു അലയ്യ അപ്പൊ എന്റെ മേലിലായിട്ട് അവനുള്ള ഹഖ് അഅലമു അത് ഏറ്റവും വലുതാണ് മിൻ ഹഖി അലൈഹി ഞാൻ അവന് ചെയ്തു കൊടുക്കുന്ന കടമയേക്കാൾ ഞാൻ അവന് ചെയ്തു കൊടുക്കേണ്ട കടമ എത്ര ഉണ്ടോ അതിനേക്കാൾ ഏറ്റവും വലുതാണ് എന്റെ മേലിലായിട്ട് അവന്റെ ഹക്ക് നിൽക്കുന്നത് ധർമ്മം വാങ്ങുന്ന ആളായതുകൊണ്ട്. അപ്പൊ ധർമ്മം വാങ്ങുന്ന ആള് ഹദിയ സ്വീകരിക്കുന്ന ആളൊക്കെ ഉണ്ട്, ഓനാണ് ഏറ്റവും വലിയ. ഞാൻ കൊടുക്കുന്ന കടമയേക്കാൾ ഏറ്റവും വലിയ കടമ അവരുതാണ്. അവർ വാങ്ങിയതുകൊണ്ട് എനിക്ക് കൂലി കിട്ടുമല്ലോ, അതാണ് പറയണത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്നഹു ഖബല മിന്നി ഖുർബാനി ഇലല്ലാഹി അസ്സ വജല്ല ഈ സദഖയും ഹദിയും സ്വീകരിച്ച ആള് എന്റെ ഭാഗത്തിൽ നിന്ന് സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ചത് അള്ളാഹുവിലേക്കുള്ള എന്റെ ആരാധനയാണ് സ്വീകരിച്ചത്. അപ്പൊ അയാൾ മുഖാന്തരാണ്. അപ്പൊ എന്റെ ആരാധന കർമ്മങ്ങളൊക്കെ അള്ളാഹുലേക്ക് സ്വീകരിച്ചത് ഈ വ്യക്തിയായതുകൊണ്ട് ഇയാളായിട്ട് മുന്തി നിൽക്കുന്നതർത്ഥം. വകാന മുആദുൻ നസഫി റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു മല്ലം യറ നഫ്സഹു അഅവജ ഇലാ സവാബി സദഖതിഹി മിനൽ ഫഖീരി ഇലാ സദഖതിഹി. എങ്ങനെ മൻ ഒരുത്തൻ ലം യറ നഫ്സഹു അവന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ശരീരത്തെ അവൻ കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ല? അഹുവജ അവൻ ഏറ്റവും ആവശ്യമുള്ളതായിട്ട് എവിടേക്ക്? ഇലാ സവാബി സദഖതിഹി അവന്റെ സ്വതക്ക, അവൻ കൊടുക്കുന്ന സ്വതക്കുള്ളതായിരിക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ഇവൻ എന്നവൻ കാണുന്നില്ലെങ്കിൽ, അവൻ അഭിപ്രായപ്പെടുന്നില്ല എങ്കിൽ എന്തിനേക്കാൾ മേൽ ഫക്കീർ ഇലാ സ്വതക്കത്തിഹി ഒരു ഫക്കീറായ ഒരാള് ഇദ്ദേഹത്തിന്റെ സ്വതക്കയിലേക്ക് എത്ര ആവശ്യമാകുന്നുണ്ടോ അതിനേക്കാൾ ആവശ്യം അതിന്റെ പ്രതിഫലമാണ് വേണ്ടത്. ആ പ്രതിഫലത്തിലേക്ക് അങ്ങനെ ഒരാള് താൻ കൊടുത്ത ധർമ്മത്തിന്റെ പ്രതിഫലത്തിലേക്ക് ആവശ്യമില്ല, അതിന്റെ ആവശ്യത്തെ കാണുന്നില്ല എങ്കിൽ ഫഹുവ മിമ്മൻ അബ്തല സദഖത്തുഹു അവൻ കൊടുത്ത ധർമ്മത്തെ ബാത്തിലാക്കിയ കൂട്ടത്തിൽപ്പെട്ട ആളാ. എന്തുകൊണ്ട്? ബിൽ മന്നി അവൻ കൊടുത്ത ധർമ്മം എടുത്തിട്ട് ഇങ്ങനെ ഏസി പറയാ, നിനക്ക് ഞാൻ അന്ന് അങ്ങനെ തന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ആയത്, ഇങ്ങനെ ധർമ്മം ചെയ്ത് എടുത്തു പറയും. അങ്ങനെ എടുത്തു പറഞ്ഞാൽ ആ ധർമ്മത്തിന്റെ കൂലി ബാത്തിലായി പോയി. അത്തരം ബാത്തിലാക്കിയ ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇവൻ. എങ്ങനെ? അവൻ കൊടുത്ത ധർമ്മത്തിന്റെ പ്രതിഫലത്തിലേക്ക് ഇവൻ ആവശ്യമായി കാണുന്നില്ലെങ്കിൽ പിന്നെ ആ ധർമ്മം കൊണ്ടെന്താ ഫലമില്ല എന്നാണ്. അപ്പൊ ആ ധർമ്മം ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന എന്ത് വിചാരിക്കണം, എന്ത് വിശ്വസിക്കണം? എന്റെ ധർമ്മത്തിന്റെ കൂലി എനിക്ക് ആവശ്യമുണ്ട് എന്ന് വരണമെന്ന. കാരണം എന്തുകൊണ്ട്? ലി അന്നഹു റഅ നഫ്സൽ ഫഖീരി അവിടെ വരുമ്പോ സാധുവിനേക്കാളും അവന്റെ ശരീരത്തെ അവൻ കാഴ്ചപ്പാട് വെച്ചത്. ഇന്ദാലിക്ക അങ്ങനെ വരുന്ന സമയത്ത് യുളറു ബിഹ വജുഹു ആ കൊടുത്ത ധർമ്മം സ്വീകരിക്കാതെ വരും. സ്വീകരിക്കാതെ വന്നാൽ അവന്റെ മുഖത്തേക്ക് അതുകൊണ്ട് അടിക്കുന്ന, അപ്പൊ അതുകൊണ്ട് ഫലമില്ല. അപ്പൊ ധർമ്മം കൊടുക്കുന്ന ആള് അതിന്റെ കൂലി മോഹിക്കേണ്ടതുണ്ട്, ആഗ്രഹിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഹാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു യഖൂൽ മഹാൻ പറയുന്നതാ മൻ അഅതാ ദിർഹമൻ മിൻ മിഅതി ദിർഹമിൻ ഒരാള് 100 ദിർഹം ഉണ്ടായിട്ട് ഒരു ദിർഹം കൊടുത്തു. വലം യകുൻ ഹാദ ദിർഹം ഈ ദിർഹം ആയില്ല. അഅലമ വഅബ ഇലൈഹി അവരിലേക്ക് ആ ദിർഹം എന്താണ് ഏറ്റവും ഇഷ്ടമായതോ വലിയതോ ആയില്ല. എന്തിനേക്കാൾ? മിൻ ബഖിയത്തിൽ മിഅത്തിൽ മുദ്ദഖറത്തി വീട്ടിൽ സൂക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന 100 ബാക്കിയുള്ള 90 ദിർഹം ഉണ്ടാവും, 99. അപ്പൊ സൂക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദുർഹമിൽ ബാക്കി എത്ര ഉണ്ടോ ആ ബാക്കിയുള്ളതിനേക്കാൾ അവന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതായിട്ടോ പ്രിയമുള്ളതായിട്ടോ ഇവൻ കൊടുത്തതായിരിക്കുന്ന ഈ ധർമ്മത്തെ കാണുന്നില്ല എങ്കിൽ റുദ്ദത്ത് സ്വതഖത്തുഹു അലൈഹി വദുരിബ ബിഹാ വജ്ഹുഹു എന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്ത്? അവന്റെ ധർമ്മം സ്വീകരിക്കപ്പെടില്ല, അത് തിരിച്ചയക്കപ്പെടുന്നതാണ്, ഫലമില്ല, അതുകൊണ്ട് മുഖത്തടിക്കപ്പെടുകയും ചെയ്യുമെന്ന. അപ്പൊ ഈ ധർമ്മം കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്നതായിരിക്കണം ഏറ്റവും മർമ്മപ്രധാനമായിട്ട് കാണേണ്ടത്, അത് നിസ്സാരമായി കാണാൻ പാടില്ല. വഖദ് കാനത്ത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹാ തഖൂൽ മഹദി പറയുന്നു, മഹദിയായിരുന്നു എന്ത്
മഹദി പറയാണ്, എന്താ പറയണത്? ലാ തുഹഖിറു മിന സ്വദഖതി ഷൈഅൻ, ധർമ്മത്തിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നും നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വലിയതായി കാണണം. കാരണം ഇന്നൽ ഹബ്ബത്ത മിൻഹ, ആ വസ്തുവിൽ നിന്ന് ഏതെങ്കിലും ആ ധർമ്മത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു വിത്ത് തൂസനു, അതിനെ തൂക്കപ്പെടുന്നതാണ് യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തില് ബി ജിബാൽ അജർ, കൂലിയുടെ പർവ്വതത്തിനോട് സമാനമായി തൂക്കപ്പെടുന്ന. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന വസ്തു എന്താണോ ധർമ്മമായിട്ടും മതിയായിട്ട് കൊടുത്താലും അത് ചെറുതല്ല. അത് ചെറുതായി കാണാനും പാടില്ല, വലുതായിട്ട് തന്നെ കാണണം. കാരണം എന്താ, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ കൊടുത്ത ചെറുതാണെങ്കിലും അത് പർവ്വത സമാനമായി കൂലി അള്ളാന്റെ മഹലായ പതിനോട് അള്ളാഹ് നൽകും. അതുമായി തുലനപ്പെടുത്തുമ്പോൾ തൂക്കുമ്പോൾ കുറവ് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇഖ്ലാസോടുകൂടി കൊടുത്തത് ഇഖ്ലാസിൽ വേണം. അത് അള്ളാഹുവിൻകൽ എനിക്ക് ഉപകാരം കിട്ടുന്നതാവണം. ഇതാണ് എന്റെ സ്വത്തിന് ഏറ്റവും വലുത് എന്ന് കരുതുമാണെന്ന, അത് വലുതായിട്ട് കാണണം എന്ന്. വഖദ് ഉഅ്തീതു റളിയല്ലാഹു തആല അൻഹു ഹബ്ബത്ത ഇനബിൻ ലിവഖീൻ, അല്ല വഖദ് ഉഅ്തീതു, മഹാൻ പറയാണ്, എത്തരത്തിൽ ഞാൻ കൊടുത്തുപോയി, ഹബ്ബത്ത ഇനബിൻ, ഒരു മുന്തിരിങ്ങ, ലിവഖീൻ, സാധുവായ ഞാൻ കൊടുത്തു. ഫറദ്ദഹ, അയാളത് മടക്കി. എന്നിട്ടോ വകാനസ്തഖല്ലഹി ഐനിഹി, അയാളുടെ കണ്ണിൽ അത് ചെറുതായി കാണുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോ ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തേ പറഞ്ഞത്? അമാ തഖറഉ ഖൗലഹു തആല ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്നുള്ളത് നിങ്ങൾ ഖുർആനിൽ ഓതിയിട്ടില്ലേ? ഞാൻ തന്ന ചെറുതാണ്, ശരി തന്നെയാണ്, നിങ്ങളെ വളരെ നിസ്സാരമായി കണ്ടു. എന്ന വിശുദ്ധമായ ഖുർആൻ എന്താ പറഞ്ഞത്? ഒരണുമണി തൂക്കം നന്മ അതുണ്ടെങ്കിൽ അത് ചെയ്തിക്കണമെങ്കിൽ അതവിടെ കാണുന്ന. അപ്പൊ ഞാൻ ചെയ്ത നന്മയല്ലേ, അത് നിസ്സാരമായി താങ്കൾ എന്തിനു കണ്ടു എന്ന ചോദ്യം. പക്കം മിൻ നാദിയിൽ ഇനബ മിൻ മിസ്കാലി ദർറത്തിൻ, ഈ പറയുന്ന മുന്തിരിങ്ങയിൽ എത്രയോ അണുക്കളുണ്ട്, എത്രയോ നല്ല ചെറിയ ചെറിയ അണുക്കൾ ചെറുതുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എത്രകാലം ഇതിലുണ്ട് അർത്ഥം. അങ്ങനെ കാല, അപ്പോ ഫക്കീർ വസ്തോഫറ, മഹാൻ പറയാ, വസ്തോഫറ റജുലു, വിഷയം പറഞ്ഞു കൊടുത്തപ്പോ അയാൾ പൊറുക്കലിനെത്തി. ഏകത അറിയില്ലായിരുന്നു. വഅലം ദാലിക യാ ഖീ, ഈ വിഷയം എന്റെ സഹോദര നീ ഒന്ന് അറിയണം. വഫത്തിസ് നഫ്സക, നിന്റെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്ക്. ഫീ തുർക്കി തസദ്ദുഖിക ബിമാ ഫളല അൻ ഹാജതിക, നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി മിച്ചം വരുന്ന സാധനം ഏതുണ്ടോ അത്തരം കാര്യങ്ങളെ കൊണ്ട് നീ ധർമ്മം ചെയ്യണം. ആ ധർമ്മത്തെ നീ ഉപേക്ഷിച്ച് കളഞ്ഞതിൽ നിന്റെ ശരീരത്തെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിന്റെ മനസ്സിനോട് നീ ചോദിക്ക്. വലാ തഉദ്ദ നഫ്സക മിനൽ ഖൗമി ഇല്ലാ ഇൻ തബഅതഹും ബി അഖ്ലാഖിഹിം, മഹാന്മാരായ ആളുകളോട് അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നോ അതുമായി നീ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റാത്ത വിധം അത്തരം ആളുകളിലായിട്ട് നിന്നെ നീ എണ്ണാൻ പാടില്ല. പഠനമെങ്കിൽ അവർ ചെയ്തൊക്കെ ചെയ്യണം. വകാന ആഖിറു മൻ അദ്റകതുഹു മിൻ അസ്ഹാബി ഹാദൽ മഖാമി, ഞാൻ ഇതേ സ്റ്റാൻഡേർഡിൽ എത്തിച്ച ആൾക്കാരുടെ അവസാനത്തെ ആള് സയ്യിദി ഷെയ്ഖ് മുഹമ്മദ് ഷനാബി എന്ന് പറയുന്ന ആളും വശൈഖ മുഹമ്മദുൽ മുനീർ വശൈഖ അബ്ദുൽ ഹലീം ഇബ്നു മുസ്ലിം വശൈഖ മുഹമ്മദ് ദാവൂദ് വശൈഖ മുഹമ്മദുൽ അദിൽ വഗൈറുഹും റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇത്തരം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെയായിരുന്നു. ഓ കുല്ലു ഹഉലാഇ, ഈ പറയപ്പെട്ട എല്ലാവരും, കാന അൽഫു ദീനാറിൻ ഇൻദഹും, അവരുടെ അടുക്കൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ഏതുപോലെയാന്ന് പറയുമ്പോ ഫൽസിൻ, ഒരു പൈസ പോലെയായിരുന്നു എന്നാ. ഫബ്ഖൻ ദാലിക്, അതൊന്നും വലിയതായിട്ട് കണ്ടിട്ടില്ല, അതൊക്കെ ഒരു കൊടുത്തു തീർക്കാന്നല്ലാതെ അത വലുതായി കാണും. പാത്തക്കളൊന്നും ഓരെന്താവൂല, നല്ലതായിട്ടും വലിയ മുന്തിയതായിട്ടും കാണൂല. ഫഫ്അൻ ദാലിക, ഈ കാര്യം നിന്ന് മനസ്സിലാക്കി സഹോദര, കേട്ട് മനസ്സിലാക്ക്, വായിച്ച് മനസ്സിലാക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടോ? നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നവർ, നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കാനും പഠിക്കാനുമാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഒമിൻ അഖ്ലാഖിം റളിയല്ലാഹു തആല അൻഹും, ഇനി മഹാന്മാരുടെ മറ്റൊരു ഗുണം, ബശാശത്തുഹും ലിസ്സായിലി വഅദ്മു നഹരിഹിം ലഹും, ചോദിച്ചു വരുന്ന ആരുണ്ടെങ്കിലും അവരോട് മുഖപ്രസന്നത കാണിച്ചു കൊടുക്കും. അവരുടെ ചോദ്യം കാണുമ്പോൾ അവരെ തടയുകയോ ചെയ്യൂല. എന്നാൽ വഹമലഹ
ലഹു അല അന്നഹുമാ സഅല ഇല്ലാ ലിഹാജത്തിൻ. അങ്ങനെ എന്താന്ന് ചോദിച്ചാൽ കാരണം ഇത്തരം ആളുകളോട് ഇങ്ങനെ ഒരു മുഖപ്രസന്നതയും ഒരു വിലങ്ങലൊന്നും ഇല്ലാതിരിക്കുവാൻ അത്തരം കാര്യത്തിന്റെ മേൽ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താ? ഈ സ്വഭാവത്തെ പ്രേരിപ്പിച്ചത് ആ ചോദ്യകർത്താവ് ആവശ്യമുണ്ടായിട്ടില്ല ചോദിച്ചു വരുന്നത്, അപ്പൊ പിന്നെ തടയേണ്ട ആവശ്യമില്ലല്ലോ എന്ന, വെറുതെ ചോദിക്കൂലല്ലോ എന്ന. വഖദ് കാന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം യഖൂലും, ഈസാ നബി അലൈഹി സ്വലാം പറയുമായിരുന്നു, മൻ റദ്ദ സായിലൻ ഖായിബൻ ലം തഗ്ശൽ മലായികത്തു ബൈതഹു സബ്അത അയ്യാം എന്ന. ഒരാള് വീട്ടിലേക്ക് വല്ലതും ചോദിച്ചു വന്നപ്പോ അയാൾക്കൊന്നും കൊടുക്കാതെ അയാളെ വെറുതെ കൈയോടെ മടക്കി വിട്ടാൽ ആ വിട്ടത് കാരണമായി ചോദ്യകർത്താവിനെ പരിഗണിക്കാത്തതിന്റെ ഫലമായി ആ ചോദിക്കപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ 7 ദിവസം മലായിക്കത്ത് വരില്ല. റഹ്മത്തിന്റെ മലായിക്കത്ത് ഓനെ വിട്ടകന്നു പോകുന്ന. നോക്കൂ, ഇത് വെറുതെ പറയല്ലോ. ബിൽ ഹദീസ്, എത്തരത്തിൽ ഹദീസിൽ വായിക്കാം. എന്താ വായിക്കാം? ലൗല അന്ന ബഅദൽ മസാകീൻ യക്ദിബു മാ അഫ്ലഹ മൻ റദ്ദഹു എന്ന. സാധുക്കളായ ചില ആൾക്കാര് കളവാക്കൽ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ കളവാക്കിയത് കൊണ്ട് കളവാക്കൽ ഇല്ല എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ മാ അഫ്ലഹ മൻ റദ്ദഹു എന്ന. ഈ ചോദിച്ചു വരുന്ന ആളെ ആര് മടക്കി വിട്ടോ ആ മടക്കി വിട്ടവൻ വിജയിക്കുമായിരുന്നില്ല എന്ന്. വിജയിക്കാൻ കാരണം എന്താ? ചില മിസ്കീന്മാർ കള്ളത്തരം പറയും. അപ്പൊ ഓലെ മടക്കി വിടുമ്പോ ഈ മടക്കി വിട്ടൾ വിജയിച്ചു. അപ്പൊ അതിന് മനസ്സിലാക്കാനുള്ള എന്താണ്? കള്ളം പറയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ വന്നാല് അവർ വെറുതെ കൈയോടെ മടക്കി വിട്ടാൽ വിജയിക്കാൻ കഴിയൂലല്ലോ. വകാന ഹസനുൽ ബസരി റഹ്മഹുല്ലാഹു തആല യഖൂൽ, ഹസൻ ബസരി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യഹൂലുൽ അബ്ദ് ഇന്നല്ലാഹ ലാ യുഹവ്വിലുൽ അബ്ദ ബിനിഅമതിഹി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ അല്ല ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിലൂടെ അവനെങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കും. വയൻളുറു മാദാ യസ്നു ഫിയ മഅ ഇബാദിഹി, അല്ലാഹു തആല അവര് ചെയ്തു കൊടുത്ത നിഅമത്തുകളിൽ തന്റെ അടിയങ്ങളുമായി എങ്ങനെയാണ് ഇവൻ പ്രവർത്തിക്കുന്നത്, പെരുമാറുന്നത് അല്ലാഹു നിരീക്ഷിക്കുകയും നിഅമത്തിലൂടെയായിട്ട് ഈ അടിമയെ തരംതിരിക്കുകയൊക്കെ ചെയ്യും. ഫഇൻ വഫാഹും മാ തലബു, അള്ളാഹുവിന്റെ ചെയ്തു തന്ന നിഅമത്ത്, ഈ നിഅമത്ത് കിട്ടിയ ആള് അയാളോട് വന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്ന കാര്യക്ക് ഇയാൾ പൂർത്തിയാക്കി വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമായി നിഅമത്ത് അവിടെ ഉണ്ടാകും. വഇല്ലാ ഹവലഹ അൻഹു, അത് സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് അഹങ്കരിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹ് കൊടുത്ത നിഅമത്തിനെ അവന് അള്ളാഹു തആല മാറ്റി തിരിച്ചു വിടും. വലിദാലിക, അങ്ങനെ വന്നതുകൊണ്ടല്ലേ കാന സലഫ് മുൻകഴിഞ്ഞു പോയ മഹാന്മാര് യഅ്സിമൂന അലാ അസ്ഹാബിഹിം, അവര് അവരുടെ അസ്ഹാബിന്റെ മേൽ അല്ല ഉറപ്പിക്കും. വയുസദ്ദിദൂന അലൈഹിം, അവരുടെ മേൽ കട്ടിയാക്കുകയും ചെയ്യും. എന്ത്? ഈ അന്നഹും നിശ്ചയമായിട്ടും അവർ ലാ യറുദ്ദൂന മാ അഅ്തൗഹു ലഹും, ഇവർ ആ ചോദിച്ചു വരുന്ന ആളുകൾക്ക് അസ്ഹാബിന് എന്തെങ്കിലും കൊടുത്താൽ ആ കൊടുത്തതിനെ അവർ തട്ടിവിടുകയില്ല എന്ന കാര്യത്തിൽ ശക്തമാവുകയും അവർ ഉറപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൊടുക്കുന്നത് സ്വീകരിക്കണം, സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല എന്നൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ കൊടുത്തിരുന്നത്. അള്ളാഹ് കൊടുത്ത നിയമത്തിന്റെ ആ ഓർമ്മകളാണത്. അപ്പൊ അള്ളാഹ് തന്ന നിയമത്ത് അള്ളാഹിന്റെ അടിയങ്ങളുമായി പങ്കുചേരണം. തനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് അതിൽ സ്വന്തം കൈകാര്യം ചെയ്ത് അഹങ്കരിച്ച് നടക്കല്ല വേണ്ടതെന്നാണ്. അക്കാന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, അവ്വലു മൻ ഇൻതബഹ മിൻ റഖദത്തിൽ ഗഫലത്തി, അശ്രദ്ധ എന്ന് പറയുന്ന ഉറക്കിൽ നിന്ന് ആദ്യമായി ഉണരുന്ന ആള് ആരായിരിക്കും? ഹബീബുൽ അജമി റഹിമഹുല്ലാഹു തആല, ഹബീബുൽ അജമി റഹിമഹുല്ലാഹു തആലയാണെന്ന്. എന്താ കാരണം? വദാലിക, അത് അന്നഹുസ്തഹ യൗമൻ മിസ്, അദ്ദേഹം ഒരു ദിവസം സമക്കൻ ഒരു മത്സ്യം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പോയി. പലമ്മ ബിഹി ഇലാ മൻസിലിഹി, അങ്ങനെ ആ മത്സ്യവുമായി തന്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നു. വളവിൽ ഖദർ, അങ്ങനെ എന്താണെന്നറിയാമോ? അതൊക്കെ നന്നാക്കി വേവിക്കാനുള്ള ഭാഗത്തിലെ ചട്ടിയിൽ വെച്ചു. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാഹു സായിലുൻ, ഒരു ചോദ്യകർത്താവ് അവിടെ വന്ന് മീൻ വന്ന് ചോദിച്ചു.
വാറദ്ദഹു, അപ്പോൾ അയാൾക്ക് ഈ മഹാന മീന കൊടുത്തു. അപ്പൊ അവലല്ലാഹു തആല സമക്ക അലഫറദ്ദഹു, അവൻ കൊടുത്തു എന്നല്ല, ആ ചോദ്യകർത്താവൻ തട്ടിമാറ്റി കൊടുത്തില്ല. അവൻ ചെയ്തു അവലല്ലാഹു തആല സമക്ക ദമൻ, അപ്പൊ അള്ളാഹു തആല ഈ പറയുന്ന ആൾക്ക് കൊടുത്ത ആ മത്സ്യത്തെ അള്ളാഹു തആല ഉപയോഗിക്കാൻ പറ്റാത്ത രീതി രക്തമാക്കി മാറ്റിയെന്ന, അവൻ നിയമത്ത് കോലം മാറ്റിയെന്ന. അങ്ങനെ ഫത്താല ബിദാലിക, ഈ ഒരു കാര്യം മതി അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം പാഠം ഉൾക്കൊണ്ടുപോയി. ഞാൻ ചെയ്ത അപകടമാണ്, മോശമാണെന്ന് മനസ്സിലായി. വഖറജ അൻ ജമീഇ മാലി, അങ്ങനെ അദ്ദേഹത്തിനുള്ള സർവ്വസമ്പത്ത് തൊട്ടും അദ്ദേഹം പുറത്തുപോയി, ഉപേക്ഷിച്ചുപോയി, സ്വീകരിച്ചില്ല എന്ന്. ഇതാണ് ആ മഹാൻ ചെയ്ത കാര്യം. ഇതുകൊണ്ട് അന്ത്യനാളിൽ മഹാനവറുകൾ അശ്രദ്ധ എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ഉണർന്നീച്ച. അന്ത്യനാളിലല്ല, അശ്രദ്ധയിൽ നിന്ന് ആദ്യമായി എണീക്കുന്ന ആള് ഈ മഹാനാണ്. ഹബീബുൽ അജമി നവക്കാന സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി തആല, മഹാനവറുകള് യൻസരിഹു, വളരെ മനസ്സ് വിശാലമുള്ള ഒരാളായിരുന്നു. ഇദാർ സായിലൻ അലാ ബാബിഹി, തന്റെ വീടിന്റെ ഗേറ്റിങ്കലോ തന്റെ വീടിന്റെ വാതിൽക്കലോ ഒരു ചോദ്യകർത്താവിനെ കണ്ട വല്ലാതെ സന്തോഷം ഉണ്ടായിരുന്നു മഹാനവറുകൾക്ക്. യഖൂലു സുഫിയാൻ സൗരി മർഹബൻ ബിമൻ ജാഅ യഅ്സുലു ദുനൂബി, എന്റെ പാപകറകൾ കഴുകി ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒരാളിതാ വന്നിരിക്കുന്നു, അയാൾക്കാണ് എല്ലാ സർവ്വമംഗളവും എന്ന് നേർന്നുകൊണ്ട് സുഫിയാൻ എന്നവർ സ്വാഗതം ചെയ്യും. എന്താ കാരണം? വരുമ്പോ കൊടുത്താൽ ആ കൊടുത്തത് കാരണമായി അള്ളാഹു സ്വീകരിച്ച പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. പിന്നെ നമ്മൾ അയാളെ സന്തോഷിക്കണ്ടേ? അത് കൊടുക്കാൻ പറ്റിയ ആൾ വന്നതുകൊണ്ടല്ല. മഹാൻ പറയുമായിരുന്നു, എന്ന മഹാൻ പറഞ്ഞത്. എന്താ പറഞ്ഞറിയോ? നിഅമസായിലൂന, ചോദിച്ചു വരുന്ന യാചകന്മാരുണ്ട്. ഇതൊക്കെ യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കലല്ല കേട്ടോ. യാചന ഇസ്ലാമിലില്ല, ആവശ്യം വേണ്ടി ചോദിക്കുക എന്ന. ചോദിച്ചു വരുന്ന ആൾക്കാരുടെ ജിൻസ് വളരെ നല്ലത്. യഹ്മിലൂന അസ്വാദന, ഈ ചോദിച്ചു വരുന്ന ആൾക്കാരെന്താ നല്ലതെന്ന് പറയാൻ കാരണം അവർ നമുക്കുള്ളതായിരിക്കുന്ന ഭക്ഷണങ്ങൾ ചുമന്നു കൊണ്ടുപോവുകയാണ്. എവിടേക്കല്ല? ആഖിറത്തിലേക്ക്. അപ്പൊ ആഖിറത്തിലേക്ക് ഭക്ഷണമാണ് നമുക്ക്, ആ ഭക്ഷണമാണ് ഇവർ ചുമന്നു കൊണ്ടുപോകുന്നത്. അതെങ്ങനെ? ഉജറത്തിൻ, ഒരു കൂലിയും കൊടുക്കണ വാടകയൊന്നുമില്ല, അതൊന്നുമില്ലാതെ നമുക്കുള്ള ഭക്ഷണം ചുമന്ന് ഇവർ കൊണ്ടുപോകുന്നു. എന്നിട്ട് അത്തായൂഹ, അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണത്തെ അവർ വെക്കുകയാണ് ഫിൽ മീസാനി തുലാസിൽ ബൈനയില്ലാഹി തആല, അള്ളാഹു തആലയുടെ മുന്നിലായി ഈ തുലാസിൽ അവർ വെച്ചു കൊടുക്കുകയാണ്. ഇവർ ചെയ്യുന്ന പണി ഇതാണ്. അപ്പൊ ചോദ്യകർത്താവ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ കയ്യിലുള്ളത് കൊടുക്കുക. ആ കൊടുക്കലോടുകൂടി നമ്മുടെ മനസ്സ് നന്നാക്കുക. മനസ്സ് നന്നാക്കിയാൽ കിട്ടാൻ പോകുന്ന അതിന്റെ കൂലി നമുക്ക് ലഭ്യമാകും. ഇവര് വന്നിട്ട് നമുക്കുള്ളതായിരിക്കുന്ന ഭക്ഷണം നാളെ ആഖിറത്തിലേക്ക് തയ്യാറാക്കുകയാണ്. നാളെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ വെക്കുകയും നിങ്ങൾക്ക് ഇത്ര വാടക തരണം നമ്മളൊന്നും പറയുന്നില്ല. അങ്ങനെ കൂലി കൊടുക്കാതെ തന്നെ നമ്മളെ ഭക്ഷണങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു ആഖിറത്തിലേക്ക് ഇവരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആൾക്കാർ വീട്ടിലേക്ക് വന്നാൽ വെറുതെ മടക്കി വിടരുത് എന്നർത്ഥം. വഖദ് കാന ഇബ്രാഹിമിന് അധികം റഹ്മത്തുള്ളാഹി തആല, മഹാനവറുകള് ഖബില സുഖദി ബിദ്ദുന്യ, തന്റെ പ്രപഞ്ച ത്യാഗത്തിന്റെയും അതിൽ സുഖിക്കുന്ന കാലഘട്ടം, അങ്ങനെ പ്രപഞ്ചത്തിൽ സായിദായി അഥവാ എല്ലാം ഒഴിവാക്കി ജീവിക്കുന്നതിന് മുമ്പ് മഹാനവറുകൾ ആയിരുന്നു. ഇദാ ജാഅഹു സായിലുൻ, ഒരു ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്തു ചെയ്യും? യദ്ഖുലു ഇലാ ഇയാലിഹി, അങ്ങനെ തന്റെ കുടുംബത്തിലേക്ക് അദ്ദേഹം കടന്നു വരും. നെടുവയക്കൂലും കുടുംബക്കാരോട് പറയും. എന്തു പറയും? ഖദ് ജാഅക്കും റസൂൽ മഖാബിരി, മക്കബറകളിലുള്ള ഒരു ദൂതൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം അധികം തങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഇബ്രാഹിം അധികം തങ്ങൾ ചോദിക്കുന്നു തന്റെ കുടുംബക്കാരോടും മക്കളോടൊക്കെ, നിങ്ങൾ മരിച്ചുപോയ ആൾക്കാരില്ലേ, ആ മരിച്ചുപോയ ആളുകളിലേക്ക് ധർമ്മത്തുനിന്ന് വല്ലതും നിങ്ങൾ നേരിടിക്കാൻ തയ്യാറുണ്ടോ? ദൂതനിതാ വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഈ ചോദിച്ചു വന്ന കൊല്ലം കൊടുത്താല് മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് വേണം? ദ്വാരിക്കട എന്നൊക്കെ പറഞ്ഞ് ഇത് ധർമ്മമായവർക്ക് കൊടുത്താൽ അത് മരിച്ച ആൾക്കാർക്ക് കിട്ടും. അങ്ങനെ ഒരാൾ അവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ വഖദ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നത്, ജാഅ സായിലുൻ ഫീ മസ്ജിദിൻ ഫീ സമാനി ബനി ഇസ്രായീൽ യസ്അലു, ബനി ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ ഒരു യാചകനായി വല്ല
ചോദിക്കുന്ന കർത്താവ് വന്നു. വലം യക്തരിസ് ബിഹിൽ ഖൗം ഫമാത ഫജഖസുഹു വസല്ലു അലൈഹി വദഫനുഹു. അങ്ങനെ വന്നു. ഫലം യക്തരിസ് ബിഹിൽ ഖൗം. അങ്ങനെ എന്തായില്ല, ജനങ്ങള് ആ കൗമൊന്നും അദ്ദേഹത്തെ ഇക്തിറാസ് ചെയ്യില്ലാന്നുണ്ട്. ഇക്തരിസിന്റെ അർത്ഥം നോക്കണം, ഒന്നും ചെയ്തിട്ടില്ല കൊണ്ട്. അങ്ങനെ എന്തിനു പറയുന്നു? മാത്ത, അയാൾ മരിച്ചു. ഫജഖസുഹു. അപ്പോ അവരെല്ലാരും കൂടി അതിനെ പരിപാലനം നടത്തി. വസല്ലു അലൈഹി, അദ്ദേഹത്തിന് നിസ്കരിച്ചു. വദഫനുഹു, അദ്ദേഹത്തെ ഖബറടക്കി. അങ്ങനെ ഫലമ്മ റജഉ ഇലൽ മസ്ജിദ്, അതെല്ലാം കഴിഞ്ഞ് പള്ളിയിലേക്ക് ഒരു തിരിച്ചു വന്നപ്പോ വജദുൽ കഫന, കഫംപുടയെ അവർക്ക് കിട്ടി. മൗലുഅൻ ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ വെക്കപ്പെട്ട രീതിയിൽ കഫംപുട കിട്ടി. കഫംപുട കിട്ടി നോക്കുമ്പോൾ എന്താണ് ആ കഫംപുടയിലുള്ളത്, എന്തായിരിക്കും അതിൽ എഴുതി പറഞ്ഞത് അറിയണ്ടേ? ഇൻഷാ അല്ലാഹ് അടുത്ത് കേൾക്കാം. ഫലം യക്തരിസ് ബിഹിന, നമ്മൾ പറഞ്ഞല്ലോ, ബനി ഇസ്രായേൽക്കാരുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ ഒരാൾ വന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ഒരാൾ പള്ളിയിൽ വന്നപ്പോൾ ഫലം യക്തരിസ് ബിഹിൽ ഖൗമു, ആ ചോദ്യകർത്താവിനെ അവിടെ കൂടിയ ആളുകൾ പരിഗണിച്ചില്ല. അപ്പൊ യക്തരിസ് എന്നതിന്റെ അർത്ഥം പരിഗണിച്ചില്ല എന്നാണ്. അങ്ങനെ പരിഗണിക്കാത്ത ഒരാള് ഒരു മെയിൻഡയിൽ അദ്ദേഹം മരിച്ചു. മരിച്ച ശേഷം അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് മറമാടി പള്ളിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയത് മിഹ്റാബിൽ കഫംപുടയാണ്. ആ കഫംപുടയാണ് അവർ ചിന്തിപ്പിച്ചത്. എന്തായിരുന്നു ആ കഫംപുടയിൽ? അടുത്ത് കേൾക്കാം.